ചേർത്തല ഐഷ തിരോധാന കേസും കൊലക്കേസാക്കിയ അന്വേഷണം. 2012 തന്നെ ഐഷയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. വസ്തുഇടപാടിനായി ഐഷയിൽ നിന്ന് വാങ്ങിയ പണം തിരികെ ചോദിച്ചതിലെ വിരോധത്തിലാണ് ഐഷയെ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തിയത്. കേസിൽ ചേർത്തല പോലീസ് സെബാസ്റ്റ്യനെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുക. ദുരൂഹതയുടെ ഹിമാലയമാണ് ചേർത്തല സ്വദേശി സെബാസ്റ്റ്യൻ. കോട്ടയം സ്വദേശി ജൈനമ്മ കൊല്ലപ്പെട്ട കേസിൽ കുടുങ്ങിയ നരാധമനിൽ നിന്ന് 2007 കാണാതായ ബിന്ദുവിന്റെയും 2012 കാണാതായ ഐഷയുടെയും തിരോധാനത്തിന്റെ ചുരുളഴിയുകയാണ്. ഇരുവരെയും കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നിഗമനം. 2 തിരോധാന കേസുകളും കൊലക്കേസാക്കി മാറ്റിയാണ് പോലീസിന്റെ അന്വേഷണം. ഏറ്റവും ഒടുവിൽ ഐഷ കേസും കൊലപാതക കേസായിരിക്കുകയാണ്. പ്രതിയായ സെബാസ്റ്റ്യനെ ചേർത്തല പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. 2007 മുതൽ തുടങ്ങിയ തന്റെ കൊലപാതക പരമ്പര പുറത്താകുന്നത് 2024 മാത്രം. അതായത് ആദ്യ 2 കൊലപാതകങ്ങളും കഴിഞ്ഞ് 13 വർഷങ്ങൾക്ക് ശേഷം. റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ജീവനെടുത്ത ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ കേസിലാണ് ആദ്യം പിടിയിലായത്. ജൈനമ്മയിൽ നിന്ന് സ്വന്തമാക്കിയ സ്വർണവും പണവും കൈക്കലാക്കി അത് തിരിച്ചു ചോദിച്ചതോടെയാണ് കൊലപാതകം. അന്വേഷണം വഴിതിരിച്ചത് കൊടും ക്രിമിനലായ സെബാസ്റ്റ്യന് സംഭവിച്ച ചെറിയൊരു പിഴവ്. ജൈനമ്മയുടെ ഫോൺ വിൽക്കാൻ ശ്രമിച്ചതോടെയാണ് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സെബാസ്റ്റ്യനിലേക്ക് എത്തിയത്. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ വീട് പരിശോധിച്ച അന്വേഷണ സംഘം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. വീട്ടിൽ കത്തിച്ച നിലയിൽ അസ്ഥികൾ. പക്ഷേ DNA ഫലം പരിശോധിച്ചപ്പോൾ അത് ജൈനമ്മയുടേതല്ല എന്ന് മനസ്സിലായി. ക്ലിപ്പിട്ട നിലയിൽ കണ്ടെത്തിയ പല്ലാണ് സെബാസ്റ്റ്യന്റെ സുഹൃത്തായ ഐഷയുടെ തിരോധാനത്തിന്റെ ചുരുളഴിച്ചത്. ഐഷയും സെബാസ്റ്റ്യനും സുഹൃത്തുക്കളായിരുന്നു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥയായിരുന്ന ഐഷയുടെ കൈവശമുള്ള പണവും സ്വർണവും വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യൻ കച്ചവടത്തിനായി വാങ്ങിയിരുന്നു. ഇത് തിരിച്ചു ചോദിച്ചതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. 2012 മെയ്യിൽ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തി മൃതദേഹം മറവു ചെയ്തെന്നാണ് വിലയിരുത്തൽ. കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലും ഐഷയുടെ വീട്ടിലും എത്തിച്ച് തെളിവെടുത്തു. 2007 കൊലപ്പെടുത്തിയ സുഹൃത്ത് ബിന്ദുവിനെ കൊന്ന് അസ്ഥികൾ കത്തിച്ച് കായലിൽ ഉപേക്ഷിച്ചെന്നാണ് സെബാസ്റ്റ്യന്റെ മൊഴി. 3 കേസുകളിലും പരമാവധി തെളിവുകൾ ശേഖരിച്ച് സെബാസ്റ്റ്യനെതിരെയുള്ള കുരുക്കുമുറുക്കാനാണ് പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും നീക്കം. അതേസമയം 3 പേരുടെയും മൃതദേഹ അവശിഷ്ടങ്ങളൊന്നും കിട്ടാത്തത് അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ശക്തമായ ഒരു തെളിവില്ലാത്തത് പ്രതിക്ക് ആശ്വാസമാകുമെന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.